അറബ് ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അക്കരെ ആരംഭിക്കുന്നു. പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയവും സൈനികവുമായ കാലാവസ്ഥ വീണ്ടും പ്രക്ഷുബ്ധമാകുകയാണ്. ആഗോള ഊർജ്ജ വിതരണത്തിന്റെ ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഇപ്പോൾ പുതിയൊരു തലത്തിലേക്ക് കടന്നിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തങ്ങളുടെ എക്കാലത്തെയും വിശ്വസ്ത സഖ്യരാജ്യമായ ഒമാനെതിരെ കടുത്ത സൈനിക ഭീഷണി മുഴക്കിയതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ സംഭവം. അമേരിക്കയുടെ നയങ്ങൾക്ക് തടസ്സം നിന്നാൽ ഒമാനെ ബോംബിട്ട് തകർക്കുമെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ രാജ്യാന്തര തലത്തിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറാനും അമേരിക്കയും തമ്മിൽ നിലനിന്നിരുന്ന 60 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ ധാരണാപത്രത്തിന്റെ കാലാവധി യാതൊരു പുരോഗതിയുമില്ലാതെ അവസാനിച്ച സാഹചര്യത്തിലാണ് ഈ പുതിയ ഭീഷണി. ഇതിനൊപ്പം തന്നെ ചെങ്കടലിൽ യമനിലെ ഹൂതി വിമതർ സൗദി അറേബ്യൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ നടത്തിയ മിസൈൽ ആക്രമണങ്ങളും മേഖലയെ കൂടുതൽ കലുഷിതമാക്കുന്നു. ഗൾഫ് മേഖലയിൽ എക്കാലത്തും തികച്ചും നിഷ്പക്ഷമായ നിലപാട് സ്വീകരിക്കുന്ന രാജ്യമാണ് ഒമാൻ. എന്നാൽ ഇപ്പോൾ അമേരിക്കൻ ഭരണകൂടത്തിന്റെ രോക്ഷത്തിന് കാരണമായത് ഒമാനും ഇറാനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്വതന്ത്രമായ നയതന്ത്ര ചർച്ചകളാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള വാണിജ്യ കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതിനായി ഇറാനും ഒമാനും ചേർന്ന് പുതിയൊരു സുരക്ഷിത പാത രൂപീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അമേരിക്കയെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ചർച്ചകൾ പുരോഗമിക്കുന്നത്. അമേരിക്കൻ ഉപരോധങ്ങളെയും നാവികസേനയെയും വിലക്കുകളെയും മറികടക്കാൻ ഇറാന് ഈ പുതിയ പാത സഹായകരമാകും എന്ന് വൈറ്റ് ഹൗസ് ഭയക്കുന്നു. ഇറാന്റെ തുറമുഖങ്ങൾ പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണത്തിലാക്കി അവിടെ അമേരിക്കൻ മേൽനോട്ടത്തിൽ മാത്രം കപ്പലുകൾക്ക് പ്രവേശനം അനുവദിപ്പിക്കുക എന്നതാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ലക്ഷ്യം. ഇതിനായി ഒരു ഉരുക്കും മതിൽ തീർത്തിരിക്കുകയാണെന്നും അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഒമാന്റെ നീക്കം ഈ ഉപരോധത്തെ ദുർബലപ്പെടുത്തുമെന്നും ഇറാന് വലിയ തോതിൽ സാമ്പത്തിക ആശ്വാസം നൽകുമെന്നും അമേരിക്ക കരുതുന്നു. ഇതിനാലാണ് തങ്ങളുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ ഒമാനെതിരെ നേരിട്ടുള്ള സൈനിക നടപടി സ്വീകരിക്കാൻ മടിക്കില്ലെന്ന് ട്രംപ് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ മുന്നറിയിപ്പ് നൽകിയത്. പതിറ്റാണ്ടുകളായി പശ്ചിമേഷ്യയിലെ സ്വിറ്റ്സർലൻഡ് എന്നാണ് ഒമാൻ അറിയപ്പെടുന്നത്. 2015 ചരിത്രപ്രധാനമായ ആണവ കരാറിലേക്ക് നയിച്ച അമേരിക്ക ഇറാൻ രഹസ്യ ചർച്ചകൾക്ക് വേദിയൊരുക്കിയതും ഒമാനായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതേ ഒമാനെതിരെ വെറും 4 മാസത്തിനിടെ രണ്ടാമത്തെ തവണയാണ് ട്രംപ് പരസ്യമായി ഭീഷണി മുഴക്കുന്നത്. ഈ വർഷം ഫെബ്രുവരിയിൽ ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും ആരംഭിച്ച സൈനിക നടപടികളെ നിയമവിരുദ്ധവും അധാർമികവും എന്ന് ഒമാൻ പരസ്യമായി വിമർശിച്ചിരുന്നു. ഇത് അമേരിക്കയുമായുള്ള ഒമാന്റെ ഊഷ്മള ബന്ധത്തിൽ വിള്ളലുകൾ വീഴ്ത്തി. നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഒമാൻ സുൽത്താൻ ഹൈത്തം ബിൻ താരിഫ് UAE-യിലെത്തി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ഉന്നതതല ചർച്ചകൾ നടത്തിയത്. തങ്ങളുടെ സാമ്പത്തിക സുരക്ഷയെ മുൻനിർത്തിയുള്ളതാണ് ഒമാന്റെ നീക്കങ്ങൾ. ഇറാനുമായി ചേർന്ന് ഒരു ധാരണയിലെത്തിയാൽ വാണിജ്യ കപ്പലുകൾക്ക് ഇറാനോട് ചേർന്നുള്ള ഭാഗത്തു കൂടി പ്രവേശിച്ച് ഒമാന്റെ സമുദ്രാതിർത്തിയിലൂടെ സുരക്ഷിതമായി പുറത്തു കടക്കാം. ഈ കാലയളവിൽ ടോൾ നിരക്കുകൾ ഈടാക്കില്ലെന്നും ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഗായി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ തങ്ങളുടെ നിയന്ത്രണങ്ങളെ അട്ടിമറിക്കാനുള്ള ശ്രമമായാണ് അമേരിക്ക ഇതിനെ നോക്കിക്കാണുന്നത്. ജൂണിൽ ഒപ്പുവെച്ച 60 ദിവസത്തെ വെടിനിർത്തൽ ധാരണാപത്രം യാതൊരു ഫലവുമില്ലാതെയാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. ഈ കാലയളവിൽ സമാധാന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാനോ നാവിക സംഘർഷങ്ങൾ കുറയ്ക്കാനോ ഇരു രാജ്യങ്ങൾക്കും കഴിഞ്ഞില്ല. അനധികൃത പാതകൾ ഉപയോഗിച്ചുവെന്ന് ആരോപിച്ച് ഇറാൻ സൈന്യം ചില വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതും അമേരിക്കൻ നാവികസേന ശക്തമായി തിരിച്ചടിച്ചതും ഈ കരാറിന്റെ പൂർണ്ണമായ തകർച്ചയ്ക്ക് ആക്കം കൂട്ടി. ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്നും ഒരു ആണവായുധം പോലും കൈവശം വയ്ക്കാൻ അവരെ ഒരിക്കലും അനുവദിക്കില്ലെന്നുമാണ് ട്രംപിന്റെ ഉറച്ച നിലപാട്. നവംബറിൽ നടക്കാനിരിക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പുകൾ തന്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കില്ലെന്നും സമാധാന കരാറിലെത്താൻ തനിക്ക് യാതൊരു ധൃതിയുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സുമായി അനൌദ്യോഗിക ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് അമേരിക്ക അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇറാൻ അത് ശക്തമായി നിഷേധിച്ചു. ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധിക്ക് സമാന്തരമായി ചെങ്കടലിലും സായുധ സംഘർഷം രൂക്ഷമാവുകയാണ്. യമനിലെ മോഖ തുറമുഖത്തിന് സമീപം ബാബൂൽ മൻദിബ് കടലിടുക്കിൽ വെച്ച് സൗദി അറേബ്യൻ യുദ്ധക്കപ്പലിനും അതിനെ അനുഗമിച്ച മറ്റ് 4 ബോട്ടുകൾക്കും നേരെ ഹൂതി വിമതർ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് നടത്തിയ ഈ ആക്രമണം വളരെ കൃത്യതയുള്ളതായിരുന്നുവെന്നും സൗദി സഖ്യസേനയുടെ ലാൻഡിംഗ് കപ്പൽ കത്തി നശിച്ചുവെന്നും ഹൂതി സൈനിക വക്താവ് യഹ്യ സാരി അവകാശപ്പെട്ടു. സൗദി അറേബ്യ യമനിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധത്തിന് പകരം ഉപരോധം എന്ന തന്ത്രമാണ് ഹൂതികൾ ഇപ്പോൾ പയറ്റുന്നത്. തങ്ങളുടെ സൈനിക വിന്യാസം സൗദി അറേബ്യ തുടരുകയാണെങ്കിൽ കരയിലും കടലിലും ഇനിയും സമാനമായ കനത്ത ആക്രമണങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്രപാതകളിലൊന്നായ ചെങ്കടലിലൂടെയുള്ള വാണിജ്യ കപ്പൽ ഗതാഗതത്തെ കൂടുതൽ അപകടകരമാക്കുന്നു. ഈ 2 അന്താരാഷ്ട്ര പ്രതിസന്ധികളും ആഗോള സമ്പദ് വ്യവസ്ഥയെ വലിയ തോതിലാണ് ബാധിക്കുന്നത്. ലോകത്തെ പെട്രോളിയം കയറ്റുമതിയുടെ വലിയൊരു ഭാഗവും ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെ 20% കടന്നുപോകുന്നത് ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തുടരുന്ന ഈ സംഘർഷങ്ങൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണവില വർധനവിനാണ് കാരണമായിരിക്കുന്നത്.
ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ കണക്കുകൾ പ്രകാരം ഈ മേഖലയിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ നിരവധി സുരക്ഷാ ഭീഷണികളാണ് ഇതിനോടകം ഉണ്ടായിരിക്കുന്നത്. ഇന്ധനവില കുതിച്ചുയരുന്നത് ആഗോളതലത്തിൽ പണപ്പെരുപ്പത്തിനും സപ്ലൈ ചെയിൻ തടസ്സങ്ങൾക്കും വഴിയൊരുക്കി. അമേരിക്കൻ ജനതയെ സംബന്ധിച്ചിടത്തോളം നവംബറിലെ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ഉയർന്ന ഇന്ധനവിലയും പണപ്പെരുപ്പവും മുഖ്യ വിഷയമായി മാറും. ഇത് ട്രംപ് ഭരണകൂടത്തിന് വലിയ ആഭ്യന്തര രാഷ്ട്രീയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇതിനിടയിൽ ഗാസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഈജിപ്തിലും ജെറുസലേമിലുമായി നടക്കുന്ന ചർച്ചകളും പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിയുടെ സങ്കീർണത വെളിവാക്കുന്നു. സൈനിക നടപടികൾക്ക് പകരം സമാധാന ചർച്ചകൾക്കായി ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ളവർ നിരന്തരം ആഹ്വാനം ചെയ്യുന്നുണ്ടെങ്കിലും സ്ഥിതിഗതികൾ ഇപ്പോഴും സ്ഫോടനാത്മകമായി തുടരുകയാണ്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലും അന്താരാഷ്ട്ര പ്രതിരോധ സമവാക്യങ്ങളിലും വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചുകൊണ്ട് രൂപീകൃതമായ മക്ക സംയുക്ത പ്രതിരോധ കരാർ പുതിയൊരു നയതന്ത്ര ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ എന്നീ 3 പ്രമുഖ രാജ്യങ്ങൾ ചേർന്ന് ഒപ്പുവെച്ച ഈ തന്ത്രപ്രധാന സുരക്ഷാ കൂട്ടായ്മയിലേക്ക് വടക്കേ ആഫ്രിക്കൻ ശക്തിയായ ഈജിപ്തിനെയും ഉൾപ്പെടുത്താൻ നീക്കങ്ങൾ സജീവമാണെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യിബ് ഉർദോഗൻ വ്യക്തമാക്കി കഴിഞ്ഞു. മേഖലയിൽ വർദ്ധിച്ചുവരുന്ന സൈനിക പിരിമുറുക്കങ്ങളുടെയും അസ്ഥിരതകളുടെയും പശ്ചാത്തലത്തിൽ സ്വന്തം പ്രതിരോധ ശേഷി കൂട്ടായി ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ പുതിയ കൂട്ടായ്മ രൂപം കൊണ്ടിരിക്കുന്നത്. സൗദിയിലെ വിശുദ്ധ നഗരമായ മക്കയിൽ വെച്ച് ഒപ്പുവെക്കപ്പെട്ട ഈ കരാറിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത പാശ്ചാത്യ സൈനിക സഖ്യമായ നാറ്റോയുടെ 5ാം വകുപ്പിന് സമാനമായ കൂട്ടായ പ്രതിരോധ ആശയമാണ്. അതായത് സഖ്യത്തിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിന് നേരെ പുറത്തുനിന്നുള്ള സായുധ ആക്രമണം ഉണ്ടായാൽ അത് 3 രാജ്യങ്ങൾക്കും എതിരായ ആക്രമണമായി കണക്കാക്കുകയും എല്ലാവരും ഒരുമിച്ച് പ്രതികരിക്കുകയും ചെയ്യും. വെറുമൊരു നയതന്ത്ര ധാരണയ്ക്കപ്പുറം പങ്കാളിത്ത രാജ്യങ്ങളുടെ സവിശേഷമായ കരുത്തുകൾ സമന്വയിപ്പിക്കുന്ന പ്രതിരോധ ഘടന ഇതിനുണ്ട്. സൗദി അറേബ്യയുടെ ഭീമമായ സാമ്പത്തിക ശേഷിയും ഊർജ്ജ സ്വാധീനവും, തുർക്കിയുടെ അത്യാധുനിക പ്രതിരോധ വ്യവസായവും ഡ്രോൺ സാങ്കേതികവിദ്യയും, പാകിസ്ഥാന്റെ സൈനിക അനുഭവ സമ്പത്തും ആണവശേഷിയും ഒത്തുചേരുമ്പോൾ ഇത് മേഖലയിലെ ഏറ്റവും ശക്തമായ സുരക്ഷാ അച്ചുതണ്ടായി മാറും. ഈ സഖ്യത്തിലേക്ക് ഈജിപ്റ്റ് കൂടി കടന്നു വരുന്നതോടെ മേഖലയിലെ പ്രതിരോധ സമവാക്യങ്ങൾ പൂർണ്ണമായും വിപുലീകരിക്കപ്പെടും. ചെങ്കടലിന്റെയും സൂയസ് കനാലിന്റെയും തന്ത്രപ്രധാന നിയന്ത്രണമുള്ള ഈജിപ്റ്റ് കൂടി ഭാഗമാകുന്നതോടെ ഈ കരാർ മിഡിൽ ഈസ്റ്റിനെയും ദക്ഷിണേഷ്യയെയും അതുപോലെ മെഡിറ്ററേനിയനെയും ബന്ധിപ്പിക്കുന്ന ബൃഹത്തായ ഒരു ചട്ടക്കൂടായി മാറും. തുർക്കിയും ഈജിപ്തും തമ്മിൽ നിലനിന്നിരുന്ന നയതന്ത്ര തർക്കങ്ങൾ പരിഹരിക്കപ്പെട്ട സാഹചര്യത്തിൽ പ്രബല സൈനിക ശക്തികൾ ചേരുന്ന R4 കൂട്ടായ്മയായി ഇത് വികസിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ലബനനിലെയും ഗാസയിലെയും സൈനിക ആക്രമണങ്ങളും മേഖലയിലുണ്ടായ സംഘർഷങ്ങളും കാരണം തങ്ങളുടെ അതിർത്തികളുടെ സുരക്ഷ സ്വന്തം നിലയിൽ ശക്തമാക്കേണ്ടത് അത്യാവശ്യമാണെന്ന ബോധ്യമാണ് ഈ വിപുലീകരണ നീക്കങ്ങൾക്ക് വേഗം കൂട്ടുന്നത്. പരമ്പരാഗതമായി പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ സുരക്ഷയ്ക്കായി അമേരിക്കയെയാണ് ആശ്രയിച്ചിരുന്നത്. എന്നാൽ മേഖലയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന യുദ്ധങ്ങളും അസ്ഥിരതകളും സ്വന്തമായൊരു സുരക്ഷാ ബദലിനെക്കുറിച്ച് ചിന്തിക്കാൻ ഗൾഫ് രാജ്യങ്ങളെ പ്രേരിപ്പിച്ചു. എങ്കിലും ഈ കരാറിനെ തങ്ങൾക്ക് ഭീഷണിയായല്ല, മറിച്ച് സ്വാഗതാർഹമായ ഒരു ചുവടുവയ്പായാണ് വാഷിംഗ്ടൺ വീക്ഷിക്കുന്നത്. മധ്യപൂർവേഷ്യൻ രാജ്യങ്ങൾ ഒരുമിച്ച് സ്വന്തം സുരക്ഷ ഉറപ്പാക്കാൻ മുന്നോട്ട് വരുന്നത് പ്രശംസനീയമാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ അഭിപ്രായപ്പെട്ടു. ഹോർമൂസ് കടലിടുക്കിലെ അന്താരാഷ്ട്ര ഗതാഗത തടസ്സങ്ങൾ നീക്കുന്നതിനും സിറിയയിലും ലെബനനിലും സ്ഥിരത ഉറപ്പാക്കുന്നതിനും മുൻഗണന നൽകുന്ന ഈ കരാർ പാശ്ചാത്യ സഖ്യങ്ങളെ പാടെ തള്ളിക്കളയാതെ തന്നെ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള തന്ത്രപ്രധാനമായ നീക്കമാണ്. മക്ക പ്രതിരോധ കരാർ കേവലം യുദ്ധകാല പ്രതിരോധത്തിന് മാത്രമുള്ള ഒന്നല്ല, മറിച്ച് സൈനിക സാങ്കേതിക വിദ്യ കൈമാറ്റം, സംയുക്ത സൈനിക പരിശീലനങ്ങൾ, രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കൽ എന്നിവയ്ക്കും ഇത് വഴിതുറക്കുന്നു. വരും ദിവസങ്ങളിൽ ഈജിപ്റ്റ് കൂടി കരാറിന്റെ ഭാഗമാകുന്നതോടെ മിഡിൽ ഈസ്റ്റിലെ പ്രാദേശിക സന്തുലിതാവസ്ഥയിൽ ഈ 4 രാജ്യങ്ങളുടെ കൂട്ടായ്മ നിർണായക ശക്തിയായി മാറും. പ്രവാസ ജീവിതത്തിൽ തൊഴിൽ അവസാനിപ്പിക്കുകയോ പുതിയൊരു സ്ഥാപനത്തിലേക്ക് ചേക്കേറുകയോ ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള തീരുമാനമല്ല. തൊഴിൽ കരാർ റദ്ദാക്കപ്പെടുമ്പോഴും ജോലിയിൽ നിന്ന് വിടുതൽ നേടുമ്പോഴും അർഹമായ ശമ്പളവും എൻഡ് ഓഫ് സർവീസ് ആനുകൂല്യങ്ങളും കൃത്യമായി ലഭിക്കുമോ എന്ന ആശങ്ക പല വിദേശ തൊഴിലാളികളിലും കാണാറുണ്ട്. എന്നാൽ കുവൈറ്റിൽ ജോലി അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും അവകാശങ്ങളും ബാധ്യതകളും കൃത്യമായി നിർവചിക്കുന്ന ശക്തമായ നിയമ സംവിധാനമുണ്ട്. കുവൈറ്റ് പബ്ലിക് അതോറിറ്റി ഓഫ് മാൻ പവർ അടുത്തിടെ പുറത്തിറക്കിയ നോ യുവർ റൈറ്റ്സ്, എൻഡ് ഓഫ് സർവീസ് ആൻഡ് നോട്ടീസ് പീരീഡ് എന്ന ബോധവൽക്കരണ മാർഗനിർദ്ദേശം വിദേശ തൊഴിലാളികൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. തൊഴിൽ ബന്ധം അവസാനിച്ചാലും നിയമപരമായ അവകാശങ്ങൾ ഇല്ലാതാകുന്നില്ലെന്ന സന്ദേശമാണ് അതോറിറ്റി ഇതിലൂടെ വ്യക്തമാക്കുന്നത്. കുവൈറ്റ് തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കിൾ 44 അനുസരിച്ച് അനിശ്ചിതകാല തൊഴിൽ കരാറുകൾ തൊഴിലുടമ അവസാനിപ്പിക്കുമ്പോൾ കൃത്യമായ നോട്ടീസ് കാലയളവ് നൽകാൻ ബാധ്യസ്ഥനാണ്. മാസശമ്പളക്കാരായ ജീവനക്കാർക്ക് കുറഞ്ഞത് 3 മാസത്തെ നോട്ടീസും ദിനബത്തയിലോ ആഴ്ചയിലോ വേതനം വാങ്ങുന്ന മറ്റു തൊഴിലാളികൾക്ക് 1 മാസത്തെ നോട്ടീസുമാണ് നൽകേണ്ടത്. നിയമത്തിൽ മറ്റ് പ്രത്യേക വ്യവസ്ഥകളൊന്നും ചേർത്തിട്ടില്ലെങ്കിൽ ഈ നിയമപരമായ കാലയളവ് നിർബന്ധമായും പാലിക്കണം.
ഈ നോട്ടീസ് കാലയളവിൽ ജീവനക്കാരന് സാധാരണ ലഭിക്കുന്ന മുഴുവൻ ശമ്പളത്തിനും അർഹതയുണ്ട്. ഇനി തൊഴിലുടമ നോട്ടീസ് നൽകാൻ തയ്യാറാകാതിരിക്കുകയോ പെട്ടെന്ന് പിരിച്ചുവിടുകയോ ചെയ്യുകയാണെങ്കിൽ പകരം ആ കാലയളവിലെ ശമ്പളത്തിന് തുല്യമായ തുക നഷ്ടപരിഹാരമായി തൊഴിലാളിക്ക് നൽകണമെന്ന് നിയമം വ്യക്തമാക്കുന്നു. ഇത് പെട്ടെന്നുണ്ടാകുന്ന തൊഴിൽ നഷ്ടം മൂലം പ്രവാസികൾക്കുണ്ടാകാനിടയുള്ള സാമ്പത്തിക ആഘാതം കുറയ്ക്കാൻ സഹായിക്കുന്നു. നോട്ടീസ് കാലയളവ് എന്നത് വെറുമൊരു കാത്തിരിപ്പല്ല, മറിച്ച് തൊഴിൽ രഹിതനാകാതിരിക്കാനുള്ള അവസരം കൂടിയാണ്. തൊഴിലുടമ പിരിച്ചുവിടൽ നോട്ടീസ് നൽകിയ കാലയളവിൽ പുതിയൊരു ജോലി കണ്ടെത്താനായി ജീവനക്കാർക്ക് ആഴ്ചയിൽ ഒരു ദിവസം മുഴുവനായോ അല്ലെങ്കിൽ പരമാവധി 8 മണിക്കൂർ വരെയോ ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ അവകാശമുണ്ട്. ഈ രീതിയിൽ വിട്ടുനിൽക്കുന്ന സമയത്തെ ശമ്പളം വെട്ടിക്കുറയ്ക്കാൻ കമ്പനിക്ക് അവകാശമില്ല. അതായത് നിലവിലെ ജോലിയിൽ ഇരിക്കുമ്പോൾ തന്നെ അടുത്ത തൊഴിലവസരങ്ങൾ തേടാനും അഭിമുഖങ്ങളിൽ പങ്കെടുക്കാനും കുവൈറ്റ് തൊഴിൽ നിയമം പൂർണ്ണ പരിരക്ഷ നൽകുന്നുണ്ട്. പ്രവാസി തൊഴിലാളികൾക്ക് പുതിയ വിസയിലേക്കോ കമ്പനിയിലേക്കോ മാറുമ്പോൾ നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇതേറെ ഉപകരിക്കും. തൊഴിൽ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ ലഭിക്കേണ്ട എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റ് അഥവാ ഇൻഡെംനിറ്റി തൊഴിലാളികളുടെ അടിസ്ഥാന അവകാശമാണ്. തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കിൾ 51 പ്രകാരമാണ് ഈ ആനുകൂല്യം കണക്കാക്കുന്നത്. സേവന കാലയളവും ശമ്പള രീതിയും അടിസ്ഥാനമാക്കിയാണ് ഇത് നിർണ്ണയിക്കുന്നത്. മാസാടിസ്ഥാനത്തിൽ ശമ്പളം വാങ്ങുന്നവർക്ക് ആദ്യ 5 വർഷത്തെ സേവനത്തിന് ഓരോ വർഷത്തിനും 15 ദിവസത്തെ അടിസ്ഥാന ശമ്പളവും 5 വർഷത്തിന് മുകളിലുള്ള സേവനത്തിന് ഓരോ വർഷവും 1 മാസത്തെ അതായത് 30 ദിവസത്തെ ശമ്പളവും എന്ന തോതിലാണ് ആനുകൂല്യം ലഭിക്കുക. എന്നാൽ ഇത്തരത്തിൽ ലഭിക്കുന്ന ആകെ എൻഡ് ഓഫ് സർവീസ് തുക ജീവനക്കാരന്റെ 1.5 വർഷത്തെ ശമ്പളത്തിൽ കൂടരുത് എന്ന് നിയമത്തിൽ പരിധിയുണ്ട്. കൂടാതെ അർഹതപ്പെട്ട വാർഷിക അവധികളുടെ ഉപയോഗിക്കാത്ത ബാലൻസ് തുകയും എൻഡ് ഓഫ് സർവീസ് സെറ്റിൽമെന്റിൽ തൊഴിലാളിക്ക് ലഭിക്കും. പലപ്പോഴും നിയമങ്ങളെക്കുറിച്ചുള്ള അജ്ഞത കാരണം പല പ്രവാസികളും തങ്ങൾക്ക് ലഭിക്കേണ്ട അർഹമായ സാമ്പത്തിക ആനുകൂല്യങ്ങൾ പൂർണ്ണമായി വാങ്ങാതെയാണ് മടങ്ങുന്നത്. തൊഴിലുടമയുമായി കരാറിൽ ഒപ്പിടുമ്പോൾ തന്നെ നോട്ടീസ് കാലയളവും ശമ്പള വ്യവസ്ഥകളും കൃത്യമായി വായിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളോ അവകാശ ലംഘനങ്ങളോ ഉണ്ടായാൽ കുവൈറ്റ് പബ്ലിക് അതോറിറ്റി ഓഫ് മാൻ പവറിന്റെ ഔദ്യോഗിക പരാതി പരിഹാര ചാനലുകളെയോ അംഗീകൃത നിയമ വിദഗ്ധരെയോ സമീപിക്കാവുന്നതാണ്. സ്ഥാപനം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പറഞ്ഞോ മറ്റോ അർഹതപ്പെട്ട ഇൻഡെംനിറ്റി തുക നൽകാൻ വിസമ്മതിച്ചാൽ ലീഗൽ നോട്ടീസ് അയക്കാനും തൊഴിൽ മന്ത്രാലയം വഴി നിയമ നടപടി സ്വീകരിക്കാനും തൊഴിലാളിക്ക് പൂർണ്ണ അവകാശമുണ്ട്. സേവനം അവസാനിക്കുന്നത് അവകാശങ്ങളുടെ അവസാനമല്ല എന്ന മാൻ പവർ അതോറിറ്റിയുടെ ഓർമ്മപ്പെടുത്തൽ പ്രവാസി സമൂഹത്തിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. വിദേശ തൊഴിൽ വിപണിയിലെ ചൂഷണങ്ങൾ തടയാനും തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലുള്ള ബന്ധം സുതാര്യമാക്കാനും ഇത്തരം നിയമപരമായ ബോധവൽക്കരണങ്ങൾ സഹായിക്കും. ചർമ്മത്തിന്റെ സ്വാഭാവിക നിറം നഷ്ടപ്പെടുന്ന വിറ്റിലിഗോ അഥവാ വെള്ളപ്പാണ്ട് രോഗബാധിതർക്ക് ആശ്വാസത്തിന്റെ പുതിയ വാതിൽ തുറന്ന് UAE. രക്തത്തിലൂടെ പ്രവർത്തിക്കുന്ന വ്യവസ്ഥാപിത ചികിത്സ ആവശ്യമായ 12 വയസ്സും അതിനു മുകളിലുമുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും റിൻവോക്ക് എന്ന ഓറൽ മെഡിസിൻ ഉപയോഗിക്കാൻ ഭരണാനുമതി നൽകുന്ന ആദ്യ രാജ്യമായി UAE മാറിയിരിക്കുന്നു. UAE ഡ്രഗ് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ഈ ചരിത്രപരമായ തീരുമാനം പുറത്തുവിട്ടത്. ലോകോത്തര ശാസ്ത്ര മുന്നേറ്റങ്ങളെയും അത്യാധുനിക മരുന്നുകളെയും വേഗത്തിൽ തങ്ങളുടെ ആരോഗ്യ മേഖലയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ UAE പുലർത്തുന്ന മികവിനുള്ള മറ്റൊരു ഉദാഹരണം കൂടിയാണിത്. എന്താണ് വിറ്റിലിഗോ? ചർമ്മത്തിന് നിറം നൽകുന്ന മെലനോസൈറ്റ് കോശങ്ങളെ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം സ്വയം ആക്രമിച്ച് നശിപ്പിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ അവസ്ഥയാണ് വിറ്റിലിഗോയ്ക്ക് പ്രധാന കാരണം. ഇതിൽ തന്നെ ശരീരത്തിന്റെ ഇരുവശങ്ങളിലും ഒരുപോലെ നിറം നഷ്ടപ്പെട്ട് പടരുന്ന നോൺ സെഗ്മെന്റൽ വിഭാഗത്തിൽപ്പെടുന്ന വെള്ളപ്പാണ്ടിനാണ് റിൻവോക്ക് മരുന്ന് നിർദ്ദേശിക്കപ്പെടുന്നത്. ഇതുവരെ വെള്ളപ്പാണ്ട് ചികിത്സയ്ക്കായി കൂടുതൽ ഉപയോഗിച്ചിരുന്നത് പുറമേ പുരട്ടുന്ന ക്രീമുകളോ അല്ലെങ്കിൽ ഫോട്ടോ തെറാപ്പിയോ അതായത് പ്രകാശ ചികിത്സയോ ആയിരുന്നു. എന്നാൽ രോഗം ശരീരത്തിൽ വ്യാപകമായി പടരുന്ന അവസ്ഥയിൽ ഇത്തരം പ്രാദേശിക ചികിത്സകൾ പലപ്പോഴും ഫലപ്രദമാകാറില്ല. ഇവിടെയാണ് രക്തത്തിലൂടെ ശരീരമൊട്ടാകെ പ്രവർത്തിക്കുന്ന സിസ്റ്റമിക് തെറാപ്പി അനിവാര്യമാകുന്നത്. അബ്വി എന്ന ആഗോള ബയോ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി വികസിപ്പിച്ചെടുത്ത ഉബാഡ സിറ്റ്നിബ് എന്ന തന്മാത്രയാണ് റിൻവോക്ക് എന്ന ബ്രാൻഡ് നാമത്തിൽ അറിയപ്പെടുന്നത്. ശരീരത്തിൽ അനാവശ്യമായ വീക്കത്തിനും കോശജ്വലനത്തിനും കാരണമാകുന്ന JAK1 എൻസൈമുകളെ പ്രതിരോധിക്കുകയാണ് ഈ മരുന്ന് ചെയ്യുന്നത്. മെലനോസൈറ്റ് കോശങ്ങളെ ആക്രമിക്കുന്ന സ്വയം പ്രതിരോധ സംവിധാനത്തിന്റെ അമിത പ്രവർത്തനത്തെ ഈ ഗുളിക തടഞ്ഞു നിർത്തുന്നു. ദിവസവും ഒരൊറ്റ ഗുളിക മാത്രമായി കഴിക്കാവുന്ന ഈ ചികിത്സാ രീതി രോഗികൾക്ക് ആശുപത്രിയിൽ പോകാതെ തന്നെ ചികിത്സ തുടരാൻ സഹായിക്കുന്നു. മുൻപ് ആർത്രൈറ്റിസ്, അറ്റോപിക് ഡെർമറ്റൈറ്റിസ് തുടങ്ങിയ രോഗങ്ങൾക്ക് അംഗീകാരം ലഭിച്ചിരുന്ന ഈ മരുന്ന് വിറ്റിലിഗോ ചികിത്സയ്ക്കും വിപ്ലവകരമായ ഫലപ്രാപ്തിയാണ് കാണിക്കുന്നത്. ഈ മരുന്നിന് US, യൂറോപ്യൻ ഡ്രഗ് റെഗുലേറ്റർമാർ അനുമതി പ്രക്രിയകൾ തുടരുമ്പോൾ തന്നെ UAE ഡ്രഗ് എസ്റ്റാബ്ലിഷ്മെന്റ് ശാസ്ത്രീയ ഡേറ്റകൾ സൂക്ഷ്മമായി വിലയിരുത്തി ഏറ്റവും വേഗത്തിൽ പച്ചക്കൊടി കാട്ടുകയായിരുന്നു.
അന്താരാഷ്ട്ര തലത്തിലുള്ള ഏറ്റവും പുതിയ മെഡിക്കൽ കണ്ടെത്തലുകൾ വൈകിക്കാതെ സ്വന്തം നാട്ടിലെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ UAE നടത്തുന്ന വിപ്ലവകരമായ മുന്നേറ്റത്തിന്റെ തെളിവ് കൂടിയാണിത്. വെള്ളപ്പാണ്ട് എന്നത് കേവലം ചർമ്മത്തെ ബാധിക്കുന്ന ഒരു ശാരീരിക അവസ്ഥ മാത്രമല്ല. പലരിലും അത് കടുത്ത മാനസിക സമ്മർദ്ദത്തിനും ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന സാമൂഹിക തകർച്ചയ്ക്കും വഴിവെക്കാറുണ്ട്. ചർമ്മത്തിന്റെ നിറം മാറുന്നത് ആളുകളിൽ വിഷാദവും അരക്ഷിതാവസ്ഥയും ഉണ്ടാക്കുന്നു. അതിനാൽ രോഗാവസ്ഥ പടരുന്നത് തടയാനും ചർമ്മത്തിൽ വീണ്ടും നിറം തിരികെ കൊണ്ടുവരാനും സഹായിക്കുന്ന ഇത്തരം ആധുനിക ഓറൽ മരുന്നുകൾ രോഗികളുടെ മാനസികാരോഗ്യത്തിലും ജീവിത നിലവാരത്തിലും വലിയ പോസിറ്റീവ് മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. ചർമ്മത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അപൂർവ നിറം മാറ്റമോ വെളുത്ത പാടുകളോ കണ്ടു തുടങ്ങിയാൽ സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ ഉടനടി വിദഗ്ധ ചർമ്മരോഗ വിദഗ്ധന്റെ സേവനം തേടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കൃത്യസമയത്തുള്ള രോഗനിർണയം രോഗം കൂടുതൽ പടരുന്നത് സഹായിക്കാനും ശരിയായ മെഡിക്കൽ മാർഗനിർദ്ദേശങ്ങളോടെ ഇത്തരം ആധുനിക ഗുളികകൾ പ്രയോജനപ്പെടുത്താനും സഹായിക്കും. സാങ്കേതിക വിദ്യയുടെയും മെഡിക്കൽ സയൻസിന്റെയും പുരോഗതി കാരണം ഒരിക്കൽ ചികിത്സിച്ച് ഭേദമാക്കാൻ പ്രയാസം എന്ന് കരുതിയിരുന്ന പല രോഗങ്ങൾക്കും ഇന്ന് ലളിതമായ പരിഹാര മാർഗങ്ങൾ ലഭ്യമാണ്. വിറ്റിലിഗോ ചികിത്സാ രംഗത്ത് UAE കൈക്കൊണ്ട ഈ ചരിത്രപരമായ തീരുമാനം ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് രോഗികൾക്ക് വലിയ പ്രത്യാശയും ആത്മവിശ്വാസവുമാണ് നൽകുന്നത്. ഇനി നോക്കാം മറ്റു ചില പ്രധാന ഗൾഫ് വാർത്തകൾ ചുരുക്കത്തിൽ. ഖത്തറിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് നാട്ടിലേക്ക് കുറഞ്ഞ ചെലവിൽ എളുപ്പത്തിൽ പണം അയക്കാൻ ഇനി UPI സംവിധാനം ഉപയോഗിക്കാം. ഖത്തർ പോസ്റ്റും ഇന്ത്യ പോസ്റ്റും NPCIയും സംയോജിച്ച് നടപ്പിലാക്കുന്ന പോസ്റ്റ് ട്രാൻസ്ഫർ പവേർഡ് ബൈ UPI സേവനമാണ് പ്രവർത്തനം ആരംഭിച്ചത്. ബാങ്ക് അക്കൗണ്ട് നമ്പറോ IFSC കോഡോ ഇല്ലാതെ നാട്ടിലുള്ള സ്വീകർത്താവിന്റെ UPI IDയും മൊബൈൽ നമ്പറും നൽകി തുക തൽക്ഷണം അക്കൗണ്ടിലേക്ക് അയക്കാമെന്നതാണ് ഇതിന്റെ പ്രധാന സവിശേഷത. സാധുവായ ഖത്തർ IDയുമായി ഖത്തർ പോസ്റ്റ് ശാഖകൾ സന്ദർശിച്ച് ഈ സൗകര്യം പ്രയോജനപ്പെടുത്താം. 15 ഖത്തർ റിയാലാണ് ഫ്ലാറ്റ് സർവീസ് ചാർജ്. 10 റിയാൽ മുതൽ പരമാവധി 4000 റിയാൽ, അതായത് 1 ലക്ഷം രൂപ വരെ ഒറ്റത്തവണയായി അയക്കാം. പണം ലഭിക്കുന്നതിനായി സ്വീകർത്താവ് സ്വന്തം UPI ആപ്പിൽ വിദേശത്ത് നിന്നുള്ള പണമിടപാട് മുൻകൂട്ടി ആക്ടിവേറ്റ് ചെയ്യേണ്ടതുണ്ട്. പ്രവാസി സൗഹൃദപരമായ ഈ UPI തപാൽ സേവനം വരും ദിവസങ്ങളിൽ കൂടുതൽ വിദേശ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ ഇന്ത്യ പോസ്റ്റ് ലക്ഷ്യമിടുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ തടസ്സങ്ങളുണ്ടായാലും UAEയുടെ ആഗോള വ്യാപാരം മുടങ്ങില്ല. ഇതിനായി ഷാർജയിലെ പ്രമുഖ കിഴക്കൻ തീര തുറമുഖമായ ഗോർഫോക്കാന്റെ സംഭരണശേഷി 1 കോടി കണ്ടെയ്നറുകളായി വർദ്ധിപ്പിക്കുന്നു. ഹോർമൂസ് കടലിടുക്കിന് പുറത്ത് ഒമാൻ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ മേഖലയിലെ തന്ത്രപ്രധാന തടസ്സങ്ങൾ ബാധിക്കാതെ വൻകിട ചരക്ക് കപ്പലുകൾക്ക് നേരിട്ട് ഇവിടെ എത്താനാകും. ഗുൾഫ്സ്റ്റൈനർ കമ്പനിയുടെ $200 കോടി വികസന പദ്ധതിയിലൂടെയാണ് തുറമുഖം അത്യാധുനിക സൗകര്യങ്ങളോടെ നവീകരിക്കുന്നത്. ഇവിടെ ഇറക്കുന്ന ചരക്കുകൾ ഇതിഹാദ് റെയിൽ ശൃംഖല വഴിയും എക്സ്പ്രസ് പാതകൾ വഴിയും UAEയിലുടനീളവും മറ്റ് GCC രാജ്യങ്ങളിലേക്കും വേഗത്തിലെത്തിക്കും. ഇതോടെ അന്താരാഷ്ട്ര ചരക്ക് നീക്ക പാതകളിൽ UAEയുടെ സ്ഥാനം കൂടുതൽ ഭദ്രമാകും. അബുദാബിയിലെ പ്രധാന റോഡുകളിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനും റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കാനും പുതിയ നിയന്ത്രണങ്ങളുമായി അബുദാബി മൊബിലിറ്റി. 50 പേരോ അതിലധികമോ യാത്രക്കാരെ വഹിക്കാൻ ശേഷിയുള്ള വർക്കർ ബസ്സുകൾക്കാണ് മുറൂർ ബ്രിഡ്ജ് എക്സിറ്റ് വഴി ഷെയ്ഖ് സാദ് ടണൽ ഭാഗത്തേക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയത്. തിരക്കേറിയ സമയങ്ങളിൽ നഗരത്തിലെ വാഹന ഗതാഗതം സുഗമമാക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. നിയന്ത്രണം ലംഘിക്കുന്ന വാഹനങ്ങൾക്ക് സ്മാർട്ട് ക്യാമറ സംവിധാനങ്ങൾ വഴി 1000 ദിർഹം പിഴയും ലൈസൻസിൽ 4 ബ്ലാക്ക് പോയിന്റുകളും ചുമത്തും. അൽ മഫ്രഖ്, വർക്കേഴ്സ് സിറ്റി ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് പോകുന്ന ബസ്സുകൾ ട്രക്ക് ബ്രിഡ്ജ് വഴി അൽ റൗദ സ്ട്രീറ്റ്, അതായത് E30 പോലെയുള്ള ബദൽ മാർഗങ്ങൾ ഉപയോഗിക്കണമെന്ന് ഗതാഗത അധികൃതർ നിർദ്ദേശിച്ചു. UAEയിലെ ഇതിഹാദ് റെയിൽ യാത്രക്കാർക്കായി കർശന പെരുമാറ്റച്ചട്ടങ്ങൾ നിലവിൽ വരുത്തി. ട്രെയിനുകളിലും സ്റ്റേഷനുകളിലും മറ്റ് യാത്രക്കാർക്ക് ശല്യമുണ്ടാക്കുന്ന രീതിയിൽ ഉച്ചത്തിൽ ഫോൺ വിളിക്കുകയോ പാട്ട് വെക്കുകയോ ചെയ്താൽ അടുത്ത സ്റ്റേഷനിൽ ഇറക്കിവിടാനും പിഴ ഈടാക്കാനും നിയമമുണ്ട്. ലഹരി ഉപയോഗിച്ചുള്ള യാത്ര തടയാൻ ജീവനക്കാർക്ക് റാൻഡം പരിശോധന നടത്താം. മാന്യമായ വസ്ത്രധാരണം, ശുചിത്വം പാലിക്കൽ, അനുമതിയില്ലാതെ ഫോട്ടോയോ വീഡിയോയോ പകർത്താതിരിക്കൽ എന്നിവയും നിർബന്ധമാക്കിയിട്ടുണ്ട്. ടിക്കറ്റില്ലാതെ ആവർത്തിച്ച് യാത്ര ചെയ്യുന്നവരെ സേവനങ്ങളിൽ നിന്ന് സ്ഥിരമായി വിലക്കും. UAEയിലെ 7 എമിറേറ്റുകളെയും ബന്ധിപ്പിക്കുന്ന ഇതിഹാദ് റെയിൽ ശൃംഖല അബുദാബിയും ദുബായും ഫിജേറയും അടക്കമുള്ള നഗരങ്ങൾക്കിടയിൽ സുരക്ഷിതവും അന്താരാഷ്ട്ര നിലവാരമുള്ളതുമായ യാത്രയാണ് ഉറപ്പു നൽകുന്നത്. നിയമങ്ങൾ ലംഘിച്ച് സഹകരിക്കാത്തവരെ ആവശ്യമെങ്കിൽ ബലം പ്രയോജനപ്പെടുത്തി പുറത്താക്കാനും ജീവനക്കാർക്ക് പൂർണ്ണ അധികാരമുണ്ടായിരിക്കും. വിമാന കമ്പനികളുടെ അമിത ടിക്കറ്റ് നിരക്കിനെതിരെ കടുത്ത മുന്നറിയിപ്പുമായി സുപ്രീം കോടതി. സർക്കാരിന്റെ മാനദണ്ഡങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കാത്ത വിമാന കമ്പനികളുടെ സർവീസുകൾ നിർത്തിവെപ്പിക്കണമെന്ന് ജസ്റ്റിസ് വിക്രം നാഥ്, ജസ്റ്റിസ് സന്ദീപ് മേത്ത എന്നിവരുൾപ്പെട്ട ബെഞ്ച് നിർദ്ദേശിച്ചു. ഉത്സവ അവധിക്കാലങ്ങളിലെ അനിയന്ത്രിതമായ ടിക്കറ്റ് നിരക്ക് വർധനവും അധിക ചാർജുകളും തടയണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ കർശന നിലപാട്. ടിക്കറ്റ് നിരക്കുകൾ നിയന്ത്രിക്കുന്നതിനുള്ള അന്തിമ മാർഗരേഖ 3 ആഴ്ചയ്ക്കുള്ളിൽ പുറത്തിറക്കുമെന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇതിനായി കരട് നിയമം കേന്ദ്രം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. പുതിയ ഭാരതീയ വായുയാൻ അധിനിയം അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതോടെ വിമാന കമ്പനികളുടെ ഏകപക്ഷീയമായ നിരക്ക് വർധനയ്ക്ക് തടയിടാനാകുമെന്നാണ് പ്രതീക്ഷ. കേസ് സെപ്റ്റംബർ 7 സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും.
അവധിക്കാലം കഴിഞ്ഞ് തിരികെ എത്തുന്ന യാത്രക്കാരെ സ്വീകരിക്കാൻ ദുബായ് വിമാനത്താവളം പൂർണ്ണ സജ്ജമായി. UAE പൗരന്മാർ, താമസക്കാർ, സന്ദർശകർ എന്നിവർക്ക് വേഗത്തിലും സുഗമമായും യാത്രാ നടപടികൾ പൂർത്തിയാക്കാൻ വിപുലമായ സംവിധാനങ്ങളാണ് ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് ഒരുക്കിയിരിക്കുന്നത്. തിരക്ക് കണക്കിലെടുത്ത് വിമാനത്താവളങ്ങളിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിക്കുകയും സ്മാർട്ട് ഗേറ്റുകളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുകയും ചെയ്തു. ഫേഷ്യൽ റെക്കഗ്നേഷൻ, ബയോമെട്രിക് സാങ്കേതികവിദ്യ എന്നിവ വഴി ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ ഇമിഗ്രേഷൻ പരിശോധനകൾ പൂർത്തിയാക്കാൻ സ്മാർട്ട് ഗേറ്റുകളിലൂടെ സാധിക്കും. GDRFA മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറിയുടെ നേതൃത്വത്തിൽ ബോർഡർ ഹോസ്പിറ്റാലിറ്റി എന്ന ആശയം മുൻനിർത്തി റെഡ് കാർപ്പറ്റ് ഉൾപ്പെടെയുള്ള ഊഷ്മളമായ സ്വീകരണമാണ് യാത്രക്കാർക്കായി സജ്ജമാക്കിയിരിക്കുന്നത്. UAE നിവാസികൾക്കും അർഹരായ വിനോദസഞ്ചാരികൾക്കും സ്മാർട്ട് ഗേറ്റ് സൗകര്യം പ്രയോജനപ്പെടുത്തി വരികളിൽ നിൽക്കാതെ വേഗത്തിൽ പുറത്തിറങ്ങാനാകും. UAE പ്രവാസി ഭാരതീയർക്ക് വലിയ ആശ്വാസമേകി പാസ്പോർട്ട് വിസ സേവനങ്ങൾക്കായി പുതിയ പരിഷ്കാരം പ്രഖ്യാപിച്ച് അബുദാബിയിലെ ഇന്ത്യൻ എംബസി. രാജ്യത്തുടനീളമുള്ള 16 ഇന്ത്യൻ കോൺസുലർ അപേക്ഷാ കേന്ദ്രങ്ങളിലും മുൻകൂട്ടി സമയം ബുക്ക് ചെയ്യാതെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് നേരിട്ടെത്തി സേവനം കൈപ്പറ്റാം. തൽക്കാൽ അപേക്ഷകർ, നവജാത ശിശുക്കൾ, 60 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർ, ഭിന്നശേഷിക്കാർ, എമർജൻസി സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുന്നവർ എന്നീ 5 വിഭാഗങ്ങൾക്കാണ് ഈ സൗകര്യം ലഭ്യമാകുക. കേന്ദ്രങ്ങളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെ എത്തുന്നവർക്ക് ആദ്യം എന്ന ക്രമത്തിലാണ് സേവനം നൽകുന്നത്. അതേസമയം കേന്ദ്രങ്ങളിലെ നീണ്ട കാത്തിരിപ്പ് ഒഴിവാക്കാൻ കോൺസുലാർ സേവ ഇൻ UAE.com വെബ്സൈറ്റ് വഴി മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുക്കുന്നവർക്ക് സേവനങ്ങളിൽ പ്രത്യേക മുൻഗണന ലഭിക്കുമെന്നും എംബസി വ്യക്തമാക്കിയിട്ടുണ്ട്. മദ്യപിച്ച് ഗതാഗത ദിശയ്ക്ക് എതിരായി വാഹനമോടിച്ച ഡ്രൈവർക്ക് അബുദാബിയിൽ കടുത്ത ശിക്ഷ. പ്രതിക്ക് 6 മാസം തടവും 1 ലക്ഷം ദിർഹം, അതായത് 25 ലക്ഷത്തിലധികം ഇന്ത്യൻ രൂപ പിഴയും അബുദാബി കോടതി വിധിച്ചു. കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച വാഹനം കണ്ടുകെട്ടാനും തടവ് ശിക്ഷ പൂർത്തിയായ ശേഷം 3 വർഷത്തേക്ക് ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാനും ഉത്തരവിലുണ്ട്. നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളും ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടും ആധാരമാക്കിയാണ് കോടതി ശിക്ഷ വിധിച്ചത്. പൊതുജന സുരക്ഷ മുൻനിർത്തി റോഡ് നിയമലംഘനങ്ങൾക്കെതിരെ കടുത്ത നിലപാടാണ് UAE സ്വീകരിക്കുന്നത്. UAE പുതിയ ഫെഡറൽ ഗതാഗത നിയമപ്രകാരം മദ്യപിച്ചോ ലഹരി ഉപയോഗിച്ചോ വാഹനം ഓടിക്കുന്നത് വൻ തുക പിഴയ്ക്കും തടവിനും പുറമെ ഡ്രൈവിംഗ് വിലക്കിലേക്കും നയിക്കും. UAE സിനിമാ പ്രേമികൾക്ക് വൻ സമ്മാനങ്ങളുമായി VOX സിനിമാസ്. തിയേറ്ററുകളിലെത്തി ഇന്ത്യൻ സിനിമകൾ കാണുന്നവർക്കായി 1/2 കിലോ സ്വർണവും പുത്തൻ SUV കാറുമാണ് ഇത്തവണ കാത്തിരിക്കുന്നത്. ഫാമിലി ഫീവർ എന്ന പേരിലാണ് VOX സിനിമാസ് ഈ പ്രത്യേക പ്രൊമോഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന മത്സരത്തിൽ 18 വയസ്സിന് മുകളിലുള്ള UAE നിവാസികൾക്ക് പങ്കാളികളാകാം. VOX ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി മലയാളം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സിനിമകളുടെ ടിക്കറ്റ് എടുക്കുന്നവർക്കാണ് സമ്മാന നേട്ടത്തിന് അവസരം. ജേതാവിന് ലഭിക്കുന്ന 500 ഗ്രാം സ്വർണത്തിന് ഏകദേശം 2.35 ലക്ഷം ദിർഹമാണ് മൂല്യം. മറ്റൊരു വിജയിക്ക് പ്രീമിയം ഓഫ് റോഡ് SUV ആയ ജെറ്റോർ T2 കാറും സ്വന്തമാക്കാം. സെപ്റ്റംബർ 2-നും 3-നുമാണ് നറുക്കെടുപ്പ് നടക്കുക. ഇന്ത്യൻ സിനിമകൾക്ക് ഗൾഫ് നാടുകളിലുള്ള വലിയ സ്വീകാര്യതയും ഓണക്കാലത്തെ സിനിമാ റിലീസുകളും മുൻനിർത്തിയാണ് പ്രവാസികൾക്കായി ഇത്തരമൊരു വൻ ഓഫർ ഒരുക്കിയിരിക്കുന്നത്. അറബ് ലോകത്തെ വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ മികച്ച കാഴ്ചകളും വിശേഷങ്ങളുമായി അക്കരയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.